രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളെ പറ്റി കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ജില്ലയായിരിക്കും കോഴിക്കോട് എന്ന് പറയുന്നത്. കോഴിക്കോടിൻ്റെ നഗരവീഥികളിലൂടെ നടക്കുമ്പോൾ രുചികരമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുടെ ഗന്ധം നമ്മുടെ മൂക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഗന്ധം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പരക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കാരണമായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയുന്നത്. ഒരവസ്ഥയിലെ തന്മാത്രകൾ മറ്റൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ്റെ നിരക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് വാതകങ്ങളാണ്. അതിനുശേഷമാണ് ദ്രാവകങ്ങൾ വരുന്നത്. ഏറ്റവും കുറവ് കാണിക്കുന്നത് ഖരാവസ്ഥയിലുള്ള വസ്തുക്കളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ വ്യാപനത്തിൻ്റെ തോത് കാണാൻ സാധിക്കും. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗന്ധം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നത് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഇതേ പ്രോസസ്സ് തന്നെയാണ്.